വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമല്ല, എനിക്ക് ദുഃഖമാണുള്ളത്. എനിക്ക് വളരെയേറെ ആത്മവിശ്വാസം ഉണ്ടാകുന്നു. ഇത്തവണ എനിക്ക് പാലക്കാട് കാണാൻ സാധിക്കുന്നത് BJPയുടെയോ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയോ പ്രവർത്തകരോ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരോ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടയിൽ പോലും ഞങ്ങളുടെ പ്രദേശങ്ങളിൽ വരണം, വീട്ടിലേക്ക് എത്തണം എന്ന് പറയുന്ന വളരെ ഒരു സ്നേഹവും ഒരു പ്രതീക്ഷയും അവർക്കുണ്ട്. UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി കലാരംഗത്തു നിന്നുള്ള ആളാണ്. NMR റസാഖ് അദ്ദേഹം ബിസിനസ് രംഗത്തു നിന്നുള്ള ആളാണ്. അപ്പോൾ രണ്ട് പൊളിറ്റീഷ്യൻസിനെ അല്ല നേരിടുന്നത്, ഒരു വ്യത്യസ്തമായ അനുഭവമാണല്ലോ, അതെങ്ങനെയുണ്ട്? അല്ല, തീർച്ചയായിട്ടും. കാരണം ഞാൻ ഏതൊരു തെരഞ്ഞെടുപ്പിൽ പോകുന്ന സമയത്തും എനിക്ക് അവിടെ കാണാൻ സാധിക്കാറ് ഘടാഘടിയന്മാരായിട്ടുള്ള നേതാക്കന്മാർ കാരണം നമ്മുടെ മുന്നിൽ വരാറുണ്ട്. സത്യത്തിൽ എനിക്കതൊരു ദുഃഖമാണ് തോന്നുന്നത്. എത്രയോ പരിണിതപ്രജ്ഞരായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പാലക്കാടുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പാലക്കാടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള, പാർട്ടി ഏതോ ആവട്ടെ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള നല്ല നല്ല നേതാക്കന്മാർ ഏറെയുള്ള ഈ ജില്ലയിൽ ഇത്തരമൊരു സാഹചര്യം എന്തിനാണ് രണ്ട് പാർട്ടികളും ചെയ്തത് എന്നതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമല്ല, എനിക്ക് ദുഃഖമാണുള്ളത്.